ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ളൊരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം. കടലക്കറി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 8 മണിക്കൂർ കുതിർത്തെടുത്തിരിക്കുന്ന കടലയാണ് ഇത്. നല്ലതുപോലെ കഴുകിയും കൂടി എടുത്തിരിക്കുന്നതാണ്. ഇത് നമുക്ക് കുക്കറിലോട്ടായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു വലിയൊരു സവാളയും ഒരു 3 പച്ചമുളകും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ഇതിലോട്ടായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള ഒരു തക്കാളി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 12ഓളം വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചി ഒന്ന് ചതച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊന്ന് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന കടലയുടെയൊക്കെ നികക്ക വരാൻ പാകത്തിന് വേണം കേട്ടോ വെള്ളമൊന്ന് ഒഴിച്ച് കൊടുക്കാൻ. ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിലുള്ള പൊടികൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് എടുത്ത് വെക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി എടുക്കാം. 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി എടുക്കാം. 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് മല്ലിപ്പൊടി എടുത്തിരിക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല എടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി എടുക്കാം. ഇത്രയാണ് നമ്മൾ പൊടികൾ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കടലക്കറിയിലേക്ക് മസാല ഒന്ന് ചേർത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ ഒരു കടായി ഒന്ന് വെച്ച് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും 1 ടീസ്പൂൺ അളവിൽ കടുകും 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകവും ഉണ്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് പൊട്ടി വരും. നമുക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന പൊടികളില്ലേ അത് ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കടലയില്ലേ അത് ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. കടലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും കടലയും മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് നമുക്ക് സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ നല്ലതുപോലെ നമുക്ക് സെറ്റായി വന്നിട്ടുണ്ട്. കടലയിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ട് കുറച്ച് ടൈമും കൂടി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്നും കൂടി നമുക്ക് കുറുകി കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കടലക്കറിയുടെ ആ ചാറൊക്കെ ഒന്ന് നല്ലതുപോലെ പറ്റിയിട്ട് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫാക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്ത രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.